ഹായ് ബഡീസ്. രാവിലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഈ ചേച്ചിയുടെ വീഡിയോയും കണ്ടുകൊണ്ട് നമ്മൾ പോകുന്നത് കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കോഴിക്കോട് നല്ല കിടിലൻ ചിന്നമുട്ടയും കല്ലുമക്കയും ചെമ്മീൻ റോസ്റ്റും കൂന്തൽ റോസ്റ്റും കോഴിപ്പാട്സൊക്കെ ഇട്ട് നല്ല കിടിലൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് പോയി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പോരാത്തിന് ഞാൻ ഇതുവരെ ചിന്നമുട്ട കഴിച്ചിട്ടില്ല. എൻ്റെ മനസ്സിലൊരു കുറേ കാലം മുന്നേ വരെ ചിന്നമുട്ട എന്ന് പറഞ്ഞാൽ കാടമുട്ടയായിരുന്നു എന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ചിന്നമുട്ടയും കാടമുട്ടയും രണ്ടും രണ്ടാണ്. അപ്പം എന്തായാലും നമ്മളത് കഴിക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഹോട്ടൽ ആദർശിലെത്തി. അടിപൊളിയായിരുന്നു. ഇഷ്ടം പോലെ സ്പെഷ്യൽസ്. രാവിലെ തന്നെ ഇത്രയും വെറൈറ്റി സ്പെഷ്യൽസ് കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ അവിടുത്തെ ഓരോ സാധനങ്ങളായിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഗൈസ്. ഓരോ ബൈറ്റും മെമ്മറബിൾ ആയിരുന്നു. അത്ര ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് എനിക്ക് തോന്നിയത് ഈ കൂന്തൽ റോസ്റ്റാണ്. എനിക്കറിയില്ല, അതിൻ്റെ മസാല ഭയങ്കര മാജിക്കൽ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബീഫിൻ്റെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട. നല്ല തിക്ക് മസാലയിൽ നല്ല സോഫ്റ്റ് ബീഫ്. എങ്ങനെ ഇതിൻ്റെയൊക്കെ ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിന്നമുട്ടയും വന്നു. ഞാൻ ഇതുവരെ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, അതെങ്ങനെയാണെന്നൊക്കെ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പൊറോട്ട എടുത്തിട്ട് അതങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കി ഗൈസ്. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നൊരു ടേസ്റ്റ് അല്ല ഇതിന്. എൻ്റെ മനസ്സിലൊരു കാടമുട്ടേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അത് അങ്ങനെയല്ല, വേറെ തന്നെ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മുടെ കൂന്തലിൻ്റെ മസാലയൊക്കെ ഇട്ടിട്ട് മാച്ചുള്ള മസാലയൊക്കെ ആയിരുന്നു. പിന്നെ പൊറോട്ടയും സ്റ്റൂവും മസ്റ്റായിട്ട് നിങ്ങൾ ഈ പൊറോട്ടയും സ്റ്റൂവും കൂന്തലും ചിന്നമുട്ടയും കഴിക്കണം ഗൈസ്. രാവിലെ തന്നെ നിങ്ങൾക്ക് ആദർശിൽ കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ എല്ലാ സ്പെഷ്യൽസും കഴിക്കാൻ പറ്റും. അവസാനം ഒരു ചായയും കുടിച്ച് അടിപൊളിയായിട്ട് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്